നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വൈപ്പിൻകാരുടെ സ്പെഷ്യൽ മുട്ട തിളപ്പിച്ചതാണ് കേട്ടോ. ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്കൊരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞും കൂടി വെക്കാം കേട്ടോ. ഇതിൽ പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുറച്ച് കാശ്മീരി പൊടിയും കൂടി ഇടുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും കറിക്ക്. എന്നിട്ട് ആ പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളി നന്നായിട്ട് കുക്കാവുന്നവരെ നമുക്കിത് വേവിക്കണം. അടച്ച് വെച്ച് തക്കാളി നന്നായിട്ട് വെന്ത് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തക്കാളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കറിക്ക് എന്തോരം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. ഒരു 2-3 തുള്ളി വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആ തിളച്ച് വരണതിലേക്ക് നമുക്ക് മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തവി വെച്ചിട്ട് ഇളക്കില്ല. പകരം നമ്മൾ ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നോൺ സ്റ്റിക്കിൽ വെക്കുകയാണെങ്കിൽ അടിക്ക് പിടിക്കാതെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു നുള്ള് ഗരം മസാല മേലെ വിതറി കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചത് ഇതുപോലെ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടയുടെ ആ മഞ്ഞയൊക്കെ നന്നായിട്ട് കുക്കായി ആ ചാറൊക്കെ ഒന്ന് വറ്റിയത് ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമ്മുടെ മുട്ട തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.